കോഴിക്കോട് അനാഥാലയത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമമെന്ന് പരാതി. അതിക്രമ വിവരം പുറത്തറിഞ്ഞത് 10 കുട്ടികൾ പ്രോഗ്രാം കോർഡിനേറ്ററോട് പരാതിപ്പെട്ടതിന് പിന്നാലെയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ലൈംഗികാതിക്രമം നടന്നതായി കണ്ടെത്തിയെന്ന് ചൈൽഡ് ലൈൻ അറിയിച്ചു. എന്നാൽ പോലീസിൽ മൊഴി നൽകാൻ തയ്യാറാകാതെ കുട്ടികൾ. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ ചൈൽഡ് ലൈൻ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? പോലീസിൽ കുട്ടികൾ മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല, അതിന് കാരണം എന്താണ്? ഈ അനാഥാലയത്തിൻ്റെ അധികൃതർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് മിഥില? റിജിത്ത്, നിലവിൽ 10 കുട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. പ്രൊജക്ട് കോർഡിനേറ്റർ വഴിയാണ് പരാതി നൽകിയിട്ടുള്ളത്. പ്രൊജക്ട് കോർഡിനേറ്റർ ചൈൽഡ് ലൈനിനെ അറിയിക്കുന്നു. ചൈൽഡ് ലൈൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ കുട്ടികൾ മൊഴി നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ അതിക്രമം നടന്നു എന്നത് തന്നെയാണ്. ആ ഒരു റിപ്പോർട്ട് CWCക്ക് കൈമാറുന്നു. പിന്നീടാണ് പോലീസിന് ഇത്തരത്തിൽ എന്ത് കേസെടുക്കണം എന്ന ഒരു ആവശ്യവുമായി CWC ബന്ധപ്പെടുന്നത്. അതേസമയം കുട്ടികളൊന്നും തന്നെ കൃത്യമായ ഒരു മൊഴി നൽകാൻ പോലീസിൽ തയ്യാറായിട്ടില്ല. കുട്ടികൾക്ക് സമ്മർദ്ദമുണ്ട്, മൊഴി മാറ്റാനുള്ള സമ്മർദ്ദമുണ്ട് എന്ന ഒരു സൂചന തന്നെയാണ് പോലീസിൽ നിന്നും ഉൾപ്പെടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CWC തീരുമാനിച്ചിട്ടുള്ളത് ഒന്നുകൂടി കുട്ടികളുടെ മൊഴി എടുക്കുക എന്നതാണ്. പ്രത്യേക കൗൺസിലിംഗ് ഏർപ്പെടുത്തി കൗൺസിലർമാരുടെ സാന്നിധ്യത്തിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് നടത്താനാണ് CWC തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് മറ്റൊരു കാര്യം, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രധാന അധ്യാപകനെ ഇത്തരത്തിൽ പീഡനം അല്ലെങ്കിൽ അതിക്രമം നടന്നു എന്നത് പ്രധാന അധ്യാപകനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രധാന അധ്യാപകൻ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഇക്കാര്യം പ്രധാന അധ്യാപകൻ അറിയിച്ചില്ല എന്നതും ഈ ഒരു CWCയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അവർ ഇക്കാര്യം കൂടി അന്വേഷിക്കും. മാത്രമല്ല SHO ലെവലിൽ ഇക്കാര്യത്തിൽ പോലീസിന് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. കാരണം കുട്ടികൾ കൃത്യമായി മൊഴി നൽകുന്നില്ല, അല്ലെങ്കിൽ മൊഴിയിൽ ഉറച്ചു നിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ പോലീസിന് കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ CWC ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഒന്നുകൂടി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. റിജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്.